കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ മിനിറ്റിന് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടുകൊണ്ടിരുന്ന നീ ആണോടാ ഇന്ന് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് എന്ന് എന്നെ ഏറ്റവും അടുത്തറിയുന്ന കുറച്ച് ആളുകളെങ്കിലും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും. അതെ, ഞാൻ തന്നെയാണ് ഞാൻ. ആൻഡ് ടുഡേ ഐ എം ഗോണ ടോക്കിംഗ് അബൌട്ട് ദി എക്സസീവ് അഡിക്ഷൻ ഓഫ് ഇൻസ്റ്റാഗ്രാം സ്ക്രോളിംഗ് ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു യുവർ ബ്രെയിൻ വെൻ വി മൈൻഡ്ലെസ്ലി സ്ക്രോൾ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു വാർത്ത കണ്ടു. പത്തനംതിട്ട KSRTC ഡിപ്പോയിൽ നിന്ന് ഗവിയിലേക്ക് KSRTC ഒരു ടൂർ പാക്കേജ് ആരംഭിച്ചിട്ടുണ്ട്. എൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ പറയുന്ന ഡിപ്പോയിലേക്ക് ഫോൺ വിളിച്ച് ചോദിച്ചാൽ മതി എന്നുള്ളൊരു വാർത്ത കണ്ടു. ഞാൻ ഈ ഡിപ്പോയിലെ ഫോൺ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ നോക്കിയാൽ മതിയല്ലോ. പെട്ടെന്ന് ഡാറ്റ ഓൺ ചെയ്തു, ക്രോം എടുക്കുന്ന സമയത്ത് ഈ ന്യൂസ് വെബ് പോർട്ടലുകളിലെ കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ അവിടെ താഴെ വരുമല്ലോ. അപ്പോൾ ഒരു വാർത്തയിൽ കണ്ടു, പൂനം പാണ്ഡെ മരിച്ചുപോയി, ക്യാൻസർ ആയിരുന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പെട്ടെന്ന് ഓപ്പൺ ചെയ്തു. ഈ പേര് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. പണ്ട് ഏതോ ഒരു വേൾഡ് കപ്പിൽ ഇന്ത്യ ജയിച്ചാൽ എന്തൊക്കെയോ ചെയ്യുന്നൊക്കെ പറഞ്ഞ ആളല്ലേ ഇത് എന്നുള്ളൊരു ഒരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ വാർത്ത വായിക്കുന്ന സമയത്ത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലോ മറ്റാണ് ഈ ഒരു ന്യൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം ഉപയോഗം വളരെയധികം കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോസ്റ്റ് ഒന്ന് കാണാമെന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ കുറേ മെസ്സേജ് നോട്ടിഫിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് മെസ്സേജ് എടുത്ത സമയത്ത് മെസ്സേജിൽ എനിക്ക് എൻ്റെ ചങ്ങായിമാർ അയച്ചെന്ന കുറേ റീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനതിലൊന്ന് ഓപ്പൺ ചെയ്തു, റീല് കണ്ടു, സ്ക്രോൾ ചെയ്തു, റീല് കണ്ടു. ഇങ്ങനെ കണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ ആലോചിക്കും, ഞാൻ എന്തിനാണ് ഈ ഫോൺ കയ്യിലെടുത്തതെന്ന് ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്തു. ഇൻസ്റ്റാഗ്രാം ഞാൻ ഓൾറെഡി അൺഇൻസ്റ്റാൾ ചെയ്തതായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തത്. എന്തിനാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് വെച്ച സമയത്ത് പൂനം പാണ്ഡെയുടെ ന്യൂസ് വന്നു. അപ്പോൾ ഞാൻ ക്രോം എടുത്തു. ക്രോമിലാണ് ഈ ന്യൂസ് കണ്ടത്. ക്രോം എടുത്ത് എന്തിനായിരുന്നു ആലോചിക്കുന്ന സമയത്താണ് ഈ നമ്മുടെ ടൂർ പാക്കേജിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അതായത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ എന്തിനാണ് ഈ ഫോൺ കയ്യിലെടുത്തത് എന്ന് പോലും ഓർമ്മിക്കാൻ പറ്റാതെ നമ്മൾ നിരന്തരം ഈ സോഷ്യൽ മീഡിയയിൽ കൂടി, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കൂടി സ്ക്രോൾ ചെയ്ത് ഒരുപാട് സമയം ഇതിൽ ചിലവഴിക്കുന്ന ഒരു പ്രശ്നം ഞാനും നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെ പിടിച്ചിരുത്താൻ വേണ്ടി പറ്റിയ എന്ത് ഫാക്ടറാണ് ഈ ഇൻസ്റ്റാഗ്രാം ചെയ്തു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇൻസ്റ്റാഗ്രാമിലുള്ളത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഞാനിങ്ങനെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന സമയത്ത് ഇതെൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരുപാട് ആളുകൾക്ക് ഈ പ്രശ്നമുണ്ട് എന്ന് മാത്രമല്ല പലരും ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യും, രാത്രി ആകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളൊരു തോന്നൽ വരും. നമ്മൾ എന്തൊക്കെയോ സാധനങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. നമ്മൾ വീണ്ടും ഇത് ഇൻസ്റ്റാൾ ചെയ്യും. നാളെ നമ്മൾ വീണ്ടും അൺഇൻസ്റ്റാൾ ചെയ്യും, വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ ഇൻസ്റ്റാൾ അൺഇൻസ്റ്റാൾ ഇതിങ്ങനെ ചെയ്ത് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നിരന്തരം ഇത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങും. അതായത് നമ്മൾ വീണ്ടും എന്തിനാണ് ഇത് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത്, അത് അവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ച് നിരന്തരം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ലോക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ മിനിറ്റിന് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടുകൊണ്ടിരുന്ന നീ ആണോടാ ഇന്ന് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് എന്ന് എന്നെ ഏറ്റവും അടുത്തറിയുന്ന കുറച്ച് ആളുകളെങ്കിലും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും. അതെ, ഞാൻ തന്നെയാണ് ഞാൻ. ആൻഡ് ടുഡേ ഐ എം ഗോണ ടോക്കിംഗ് അബൌട്ട് ദി എക്സസീവ് അഡിക്ഷൻ ഓഫ് ഇൻസ്റ്റാഗ്രാം സ്ക്രോളിംഗ് ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു യുവർ ബ്രെയിൻ വെൻ വി മൈൻഡ്ലെസ്ലി സ്ക്രോൾ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു 4-5 കാര്യങ്ങളാണ്. വെറുതെ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അതായത്, ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്തിന് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കണം അല്ലെങ്കിൽ എന്തിനു ഉപയോഗിക്കുന്നു. 2, എന്തുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞൊരു സ്ക്രോളിംഗ് അഡിക്ഷൻ ഉണ്ടാവുന്നത്. 3, ഈ അഡിക്ഷൻ കാരണം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. 4, ഇതെങ്ങനെ പരിഹരിക്കാം. 5-ാമത്തെ കാര്യം, ഈ വീഡിയോ സ്ട്രിക്ട്ലി എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ഞാൻ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം ഓവർകം ചെയ്തത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഉൾക്കൊള്ളാം, അങ്ങനെ അല്ലാത്തത് നിങ്ങൾക്ക് തള്ളിക്കളയാം. ഇനി ഇതേ പ്രശ്നങ്ങളിൽ കൂടി നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. 100% റിസൾട്ടൊന്നും ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. വേണമെങ്കിൽ ചെയ്തു നോക്കാം. എനിക്കെന്തായാലും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് മെല്ലെ കിടക്കാം. ആദ്യത്തെ കാര്യം, നമ്മൾ എന്തിന് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നു. നോക്കൂ, നമ്മുടെ സോഷ്യൽ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിൽ ഇൻക്ലൂഡിങ് നമ്മുടെ വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു ചുറ്റുപാടൊന്നുമില്ല നമുക്കുള്ളത്. നമ്മുടെ വീടായാലും, നമ്മുടെ പീർ ഗ്രൂപ്പ് ആണെങ്കിലും, ഇനി നമ്മുടെ കോളേജ് സ്കൂൾ ടീം ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസ് ആണെങ്കിലൊക്കെ പല തരത്തിലുള്ള മനുഷ്യന്മാരുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും പ്ലഷർ അല്ലെങ്കിൽ സന്തോഷം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടൊരു സാധനമാണ്. നമ്മളാരും സ്ട്രെസ്സോ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഡിപ്രഷനോ അടിച്ച് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. നമുക്ക് എല്ലാവർക്കും പ്ലഷർ വേണം, സന്തോഷം വേണം. നമ്മുടെ മൈൻഡ് അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ അതേ മൈൻഡ് സെറ്റുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്ക് എവിടെയെങ്കിലൊക്കെ ആയിട്ട് കണ്ടെത്താൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ചില സെലിബ്രിറ്റികൾ, അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ചില പേജുകൾ, നമ്മുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ എൻഹാൻസ് ചെയ്യിക്കുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കോണ്ടന്റുകളൊക്കെ നമുക്ക് എവിടെ കിട്ടും? സോഷ്യൽ മീഡിയയിൽ കിട്ടും. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ
നിരന്തരം ഫോളോ ചെയ്യുന്ന ചില പേജുകൾ ഉണ്ടാവും. ആ പേജുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ചില കോണ്ടന്റുകൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കോണ്ടന്റുകളാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാരലൽ വേൾഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. ഇനി മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ അല്ലെങ്കിൽ മറ്റ് എൻ്റർടൈൻമെൻറ്റ് ഉപാധികളെ ഇൻക്ലൂഡിങ് ടെലിവിഷനെ വരെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നോക്ക്, നമ്മുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ടെലിവിഷനാണ്. പ്രത്യേകിച്ച് 90s കുട്ടികളുടെയൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പറയുന്ന ഡിഷ് ടി വിയും അതിനുശേഷം കേബിളും അതിനുശേഷം സാറ്റലൈറ്റ് ടി വി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാറ്റലൈറ്റ് ടി വിയുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും സാറ്റലൈറ്റ് ടി വിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ഒരു പക്ഷേ ന്യൂസ് ചാനലുകളോ അല്ലെങ്കിൽ മറ്റ് എൻ്റർടൈൻമെൻറ്റ് ചാനലുകളൊക്കെ ആയിരിക്കും. ഇനി ന്യൂസ് ചാനൽ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നോക്കിക്കോ, ന്യൂസ് ചാനല് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കാര്യം പോലും നമ്മുടെ നാടിനെ പറ്റിയോ നമ്മുടെ സൊസൈറ്റിയെ പറ്റിയോ നമ്മുടെ ജീവിതത്തെ പറ്റിയോ അയാളെക്കുറിച്ച് പോലും അയാൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടോ ഉണ്ടാവില്ല. എപ്പോഴും നെഗറ്റീവായിരിക്കും. കാരണം അത്രത്തോളം ദാറ്റ് മച്ച് നെഗറ്റിവിറ്റിയാണ് നമ്മുടെ ന്യൂസ് ചാനലുകൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നെഗറ്റീവായിട്ടുള്ളൊരു വൈബ് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളെല്ലാം വലിയ കുഴപ്പത്തിലാണ്, ഈ നാട് മൊത്തത്തിലൊരു പ്രശ്നത്തിലാണ്, ഇങ്ങനൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നമ്മുടെ ന്യൂസ് ചാനൽസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ ജെൻ സി എന്ന് പറയുന്ന ആ ഒരു തലമുറയിൽപ്പെടുന്ന ആളുകൾക്ക് നമുക്കങ്ങനെ ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കാനോ തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കൂടുതൽ സന്തോഷം വേണം. നമ്മൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം എൻഗേജ് ആയി നിൽക്കാനായിട്ട് ആഗ്രഹിക്കും. നോക്ക്, നമ്മൾ ടെലിവിഷൻ മുന്നിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഫ്രണ്ടിൽ സോഫയിൽ ഇരുന്നുകൊണ്ട് ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്താ, നമുക്ക് ടി വിയിൽ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാനോ താല്പര്യമില്ല. നമുക്ക് അതിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള എൻജോയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇനി ആരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആർക്കൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് പറയാം. ഞാൻ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം, പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം, സോഷ്യൽ മീഡിയ കൊണ്ട് പ്രധാനമായിട്ടും ഇതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ പരസ്യ കമ്പനികളാണ്. നോക്കുക, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് ഫ്രീ ആയിട്ടാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നിട്ടുള്ളത്. നമുക്കതിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനോ വീഡിയോ പോസ്റ്റ് ചെയ്യാനോ സ്റ്റോറി ഇടാനോ നമ്മുടെ അഭിപ്രായം പറയാനോ നമ്മൾ ₹1 പോലും ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിനോ മെറ്റയ്ക്കോ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഫ്രീ ആയിട്ടുള്ളൊരു സർവീസാണ്. ഓർക്കുക, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളായിരിക്കും. ഇതൊരു വലിയൊരു ബിസിനസ് പ്രിൻസിപ്പിളാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ഇതറിയാമായിരിക്കും. എന്തെങ്കിലും നമുക്കൊരു കാര്യം സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അവിടെ നിങ്ങളാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സോഷ്യൽ മീഡിയയുടെ ചിലവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് വലിയ കമ്പനികൾ ഇവർക്ക് കൊടുക്കുന്ന പൈസയാണ്. കമ്പനി എന്തിനു അവർക്ക് പൈസ കൊടുക്കണം? കമ്പനിയുടെ പരസ്യം അവർക്ക് എന്ത് ചെയ്യണം? ഈ ഉപഭോക്താക്കളെ, അതായത് നമ്മൾ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ കാണുന്ന ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിരന്തരം ഈ പരസ്യം കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ചില സാധനങ്ങളാണെങ്കിൽ പോലും നമ്മൾ വാങ്ങിപ്പോവും. നിരന്തരം ഒരേ ഉൽപ്പന്നത്തിൻ്റെ പരസ്യം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിപ്പോവും. അങ്ങനെ വാങ്ങിയൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് വാച്ച് നിങ്ങൾ വാങ്ങാനുള്ള കാരണം എന്താണ്? ഒന്നല്ലെങ്കിൽ നിങ്ങൾ നിരന്തരം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിലോ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഇത് വാങ്ങിയിട്ടുണ്ടാകും, അയാൾ ഈ പരസ്യം കണ്ടിട്ടുണ്ടാകും. നമുക്ക് ഈ സ്മാർട്ട് വാച്ചിലേക്ക് വരാം. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപയോഗമില്ലാത്ത സാധനമാണ് സ്മാർട്ട് വാച്ചിൽ നമ്മുടെ ഹാർട്ട് ബീറ്റും അല്ലെങ്കിൽ കൊളസ്ട്രോൾ റേറ്റും നമ്മൾ എത്ര ദൂരം നടന്നു എന്നൊക്കെ നോക്കി ഫിറ്റ്നസ് കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്ന എത്ര ആളുകൾ നമുക്കിടയിലുണ്ട്? 100ൽ ഒരാളുണ്ടാവും. ഇനി നമ്മൾ ഈ ഹാർട്ട് ബീറ്റും ഈ പറയുന്ന നടന്ന ദൂരമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തന്നെ എത്ര ദിവസം നോക്കും? വാച്ച് വാങ്ങി ആദ്യത്തെ ഒരാഴ്ച മറ്റും നോക്കും. നമ്മുടെ ഒരു ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, എന്തായാലും ഒരാഴ്ച നമ്മളിത് മൈൻഡ് ചെയ്യും. അതിന് ശേഷം ഇത് നോക്കുമോ? 2 വർഷത്തിൽ കൂടുതൽ ഒരേ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്ന എത്ര ആൾക്കാർ നമുക്കിടയിലുണ്ട്? നമ്മളിത് അധികകാലം ഉപയോഗിക്കുന്നില്ല. കൂടിപ്പോയ 1.5 വർഷം 2 വർഷം, അതിനുള്ളിൽ നമ്മളിത് കളയും, വേറെ പുതിയ സാധനം വാങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് നിരന്തരം ഇതുപോലെ പരസ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊരു കമ്പനി നടത്തുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്റ്റ്, സേവനങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ക്ലയൻറ്റിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഡിയൻസിനെ കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ഉപയോഗിച്ചേ പറ്റൂ? സോഷ്യൽ മീഡിയ ഉപയോഗിച്ചേ പറ്റൂ, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചേ പറ്റൂ. ഇനി നിങ്ങൾ ഒരു സെൽഫ് സർവീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സെൽഫ് ജോബ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ ഈ വക്കീലന്മാർ, ഡോക്ടർമാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാക്ടീസ്, ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ക്ലാസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇൻഡിവിജ്വലായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സേവനങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചേ പറ്റൂ.
അങ്ങനെയുള്ള സർവീസുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അല്ലെങ്കിലോ നിങ്ങൾ എന്തെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. നിങ്ങൾ ഒരു കലാകാരനോ പാട്ടുകാരിയോ അല്ലെങ്കിൽ ഈ സ്കിറ്റ് അല്ലെങ്കിൽ ആളുകളെ രസിപ്പിക്കുന്ന എൻ്റർടൈൻ ചെയ്യിക്കുന്ന എന്തെങ്കിലുമൊക്കെ കോണ്ടന്റുകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓഡിയൻസിനെ വേണമെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചേ പറ്റൂ. നമുക്ക് പണ്ടത്തെ പോലെ ഒരു ഉത്സവ പറമ്പിൽ പോയിട്ട് ഒരു സ്റ്റേജ് ഇട്ട് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഓഡിയൻസിനെക്കാട്ടിലും വലിയ വൈഡർ ആയിട്ടുള്ള ഓഡിയൻസിനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടും. മറ്റൊന്ന് സെലിബ്രിറ്റീസ് ആണ്. അറിയാലോ, സെലിബ്രിറ്റീസുകൾക്ക് എപ്പോഴും അവരുടെ ഫാൻസുമായിട്ട് എൻഗേജ് ആയിട്ട് നിൽക്കണമെങ്കിൽ അവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചേ പറ്റൂ. ഈ പറയുന്ന ഘടകങ്ങൾ, ഈ പറയുന്ന ഒരു 4 കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ വെറും 20%. ബാക്കി 80% എന്ന് പറയുന്നത് നമ്മളെപ്പോലെ പ്രത്യേകിച്ച് ഒരു പണിയുമില്ലാതെ മറ്റുള്ളവർ കാണുന്ന, നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആരൊക്കെയോ ചെയ്യുന്ന വീഡിയോ കണ്ടു തീർക്കുക, സ്ക്രോൾ ചെയ്ത് കണ്ടു തീർക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള 80%ൻ്റെ ജോലി എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല, ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഏതോ ഒരു സെലിബ്രിറ്റി പറഞ്ഞ പൊട്ടത്തരം വേറെ കുറേ ആൾക്കാർ ട്രോളായിട്ട് ഇറക്കും. നമ്മൾ ഈ ട്രോള് കാണുന്നു, ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഏതെങ്കിലും ഒരു റീല് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? പോട്ടെ, ഇന്നലെ രാത്രി കണ്ട റീല് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ഇന്നലെ കണ്ട റീല്, ഒരാഴ്ച മുമ്പ് കണ്ട റീല്, ഒരു മാസം മുമ്പ് കണ്ട റീല്, ഒന്നും ഓർമ്മിക്കുന്നില്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പല റീൽസ്, എത്ര റീൽസ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്? ഇതൊന്നും നമ്മൾ ഓർമ്മിക്കുന്നില്ല. നമ്മളത് കാണുന്നു വിടുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപയോഗവും ഇല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗുണവും ഇല്ലാത്തൊരു പരിപാടിയാണ് ഈ സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് നമ്മൾ സ്ക്രോളിങ്ങിൽ അഡിക്റ്റ് ആവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. യെസ്, നമ്മൾ എന്തുകൊണ്ട് സ്ക്രോളിങ്ങിന് അഡിക്റ്റ് ആയി പോകുന്നു? നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് നമ്മൾ ഓരോ തവണ സ്ക്രോൾ ചെയ്യുന്ന സമയത്തും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നോക്കുക. കൗണ്ട്ലെസ് നമ്പർ ഓഫ് ഇൻഫർമേഷനാണ്. ഒരുപാട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരുപാട് നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വാർത്തകൾ നമുക്ക് കിട്ടും. അറിയാതെ നമ്മുടെ കൈ തട്ടിയിട്ട് ഒന്ന് സ്ക്രോൾ ആയാൽ പോലും നമ്മളൊരു കാര്യം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് കൈ തട്ടിയിട്ട് ആ കാര്യം താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അയാളെ കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ നല്ലോണം പണിയുണ്ട്. ശരിയല്ലേ? ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ആ പേജൊക്കെ ഓർമ്മിച്ച് വെച്ച് അത് പോയി സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അത്രയധികം ഇൻഫർമേഷൻ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത്രയധികം ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം നമുക്കുണ്ടോ? ഗുണമൊന്നുമില്ല. ഒരു ദോഷം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു പോകും, നമ്മുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞു പോകും. നമ്മുടെ ഈ മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീക്കായി പോവില്ലേ? അതേ പ്രശ്നം തന്നെയാണ്. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യുന്ന സമയത്തും നമുക്ക് ഇതേ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഓരോ പ്രാവശ്യം ഈ ഇൻസ്റ്റാഗ്രാം ഫീഡ് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്തും നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ഒരു കോംപ്ലക്സ് സീരീസ് ഓഫ് റിയാക്ഷൻ ഉണ്ടാവും. അതായത് ഈ കോംപ്ലക്സ് സീരീസ് ഓഫ് റിയാക്ഷന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമിനാണ്. ഓക്കെ, അതായത് നമുക്ക് ഡോപ്പമിൻ നമുക്കറിയാമല്ലോ, ഒരു ഫീൽ ഗുഡ് ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. അതായത് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം കാണുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമിനാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ഒരു ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളൊരു ടെൻഡൻസി നമ്മുടെ തലച്ചോറിനുണ്ടാകും. അതായത് അടുത്ത ഡോപ്പമിൻ ഹിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്ലാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഒരു റീല് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നു വിചാരിക്കുക, അത് വളരെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് ഒരു പ്ലഷർ ഉണ്ടാക്കുന്ന ഒരു റീലാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോണ്ടന്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ തലച്ചോറ് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഇത് സ്ക്രോൾ ചെയ്ത് നമുക്ക് വീണ്ടും ആ ഡോപ്പമിൻ ബ്ലാസ്റ്റ് വേണം അല്ലെങ്കിൽ ഡോപ്പമിൻ ഹിറ്റ് വേണം, നമ്മൾ വീണ്ടും ഇത് സ്ക്രോൾ ചെയ്യും. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് വീഡിയോ ചിലപ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുന്നതോ ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഉള്ളടക്കമൊന്നും അല്ലാത്ത എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ആകാം. ചിലപ്പോൾ നമ്മളെ സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും ആക്കാം, അല്ലെങ്കിൽ നമ്മളെ ട്രിഗർ ചെയ്യിക്കുന്ന എന്തെങ്കിലും ആകാം. നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും മതത്തിലോ ജാതിയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ സെലിബ്രിറ്റികൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ആരാധിക്കുന്ന സെലിബ്രിറ്റികൾ ഉണ്ടാവുമല്ലോ, ഇവരെക്കുറിച്ച് കുറ്റം പറയുന്ന വീഡിയോ ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ട്രിഗർ ചെയ്യും, ഇത് നമുക്ക് ദേഷ്യം ഉണ്ടാവും അല്ലേ? അപ്പോൾ ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ അഡ്രിനാലിനോ അല്ലെങ്കിൽ കോർട്ടിസോളോ ഉൽപ്പാദിപ്പിക്കും. നെക്സ്റ്റ് വീഡിയോ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഡിപ്രഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും. ആ ഡിപ്രഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ സങ്കടപ്പെട്ടു പോകും. നെക്സ്റ്റ് റീൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ട് പുതുതായിട്ട് വാങ്ങിയ കാറോ അല്ലെങ്കിൽ ബൈക്കോ അല്ലെങ്കിൽ അയാൾ പുതുതായിട്ട് വെച്ച വീടിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും സ്ഥലത്ത് ടൂർ പോയതോ അങ്ങനെയുള്ള റീലായിരിക്കും. അപ്പം നമ്മൾ കമ്പയർ ചെയ്യും. ഞാൻ ഇത്ര നാളെ ജോലി ചെയ്തിട്ട് എൻ്റെ കൂടെ പഠിച്ച ആളാണ്, പഠിക്കുന്ന കാലത്ത് ഇവൻ മരമണ്ടനായിരുന്നു, എൻ്റെ പേപ്പർ നോക്കി കോപ്പി അടിച്ച് പാസ്സായ ആളാണ്, ഇവനിപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ അബുദാബിയിലോ കറങ്ങി നടക്കുന്നുണ്ട്, ഞാനോ നാട്ടിൽ ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പരസ്പരം നമ്മുടെ ലൈഫ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലേ? കമ്പാരിസൺ എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ അത് കുറച്ചുകൂടി കൂടുതലാണെന്ന് മാത്രം. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ എപ്പോഴും കാണുന്നത് എല്ലാത്തിൻ്റെയും പോസിറ്റീവ് സൈഡ് മാത്രമാണ്, എല്ലാത്തിൻ്റെയും ഈ ലക്ഷൂറിയസ് ആയിട്ടുള്ള സൈഡ് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലൈഫും അവരുടെ ലൈഫും തമ്മിൽ കമ്പയർ ചെയ്യും.
അതായത് ഇത്രയും നാൾ ജോലി ചെയ്തിട്ട് കുറച്ച് ലോണും EMI അല്ലാതെ വേറെ എനിക്കൊന്നുമില്ല. അവൻ്റെ ലൈഫാണെങ്കിലോ ഇവൻ അടിച്ചു പൊളിക്കുന്നുണ്ട്. ഇങ്ങനെ കമ്പയർ ചെയ്ത് നമ്മുടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന സാധനം വല്ലാണ്ട് കുറഞ്ഞു വരും. ഇതുപോലെ നമ്മുടെ സുഹൃത്തിന് മാത്രമല്ല, നമ്മളെല്ലാ ആൾക്കാരെയും കമ്പയർ ചെയ്തുകൊണ്ട് നിൽക്കും. വളരെ ഫിറ്റ്നസ് ഫ്രീക്ക് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വളരെ സുന്ദരിമാരായിട്ടുള്ള ആളുകളുടെയൊക്കെ റീല് കാണുന്ന സമയത്ത് അവരെയും നമ്മളെയും തമ്മിൽ നമ്മൾ ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പോൾ ഒരു വലിയ ഫിറ്റ്നസ് ഫ്രീക്ക് ആയിട്ടുള്ള ഒരാളുടെ വീഡിയോ കാണുന്ന സമയത്ത് അയാളുടെ സിക്സ് പാക്ക് കണ്ടില്ലേ, അല്ലെങ്കിൽ അയാളുടെ ഹെയർ സ്റ്റൈൽ കണ്ടില്ലേ, ഇത്ര പ്രായമായിട്ടും ചെറുപ്പത്തോടെ നിൽക്കുന്ന ഒരാളിൻ്റെയൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ കമ്പയർ ചെയ്യും. ഞാനിപ്പോൾ 30 വയസ്സാകുമ്പോൾ തന്നെ വയസ്സനായി പോയി, കിളവനായി പോയി എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്കുണ്ടാവും. നമ്മുടെ സെൽഫ് എസ്റ്റീം കുറഞ്ഞു വരും. അടുത്ത റീൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലും ലസ്റ്റി ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടന്റ് ഉള്ള വീഡിയോ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ടെസ്റ്റോസ്റ്ററോണോ അല്ലെങ്കിൽ ഈസ്ട്രോജനോ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കും. ഇങ്ങനെ നിരന്തരം ഓരോ റീല് കാണുന്ന സമയത്തും ഇതിനനുസരിച്ചിട്ടുള്ള റിയാക്ഷൻ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ തലച്ചോറ് ഇങ്ങനെ നിരന്തരം റിയാക്ട് ചെയ്ത് പോകും. ഇതോ 1 മിനിറ്റിൽ താഴെ ഡ്യൂറേഷനുള്ള റീലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിരന്തരം നമ്മുടെ മൈൻഡ് ഓരോ കോണ്ടന്റിനെതിരെയും റിയാക്ട് ചെയ്ത് അടുത്ത ഈ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കോണ്ടന്റ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അടുത്ത ഡോപ്പമിൻ ഹിറ്റ് നമുക്ക് വേണം. ഓക്കെ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കോംപ്ലക്സ് സീരീസ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും കുറേ നേരം നമ്മൾ പണിയെടുത്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ വീക്കായി പോവില്ലേ, നമ്മൾ ക്ഷീണിച്ചു പോവില്ലേ? ഇതേ പ്രശ്നം തന്നെ തലച്ചോറിലുണ്ടാവും. തലച്ചോറ് ക്ഷീണിക്കും നമുക്ക് എന്ത് വേണം, ഊർജ്ജം വേണം, അല്ലെങ്കിൽ സന്തോഷം വേണം. അപ്പോൾ നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അടുത്ത നമ്മളെ സന്തോഷിപ്പിക്കുന്ന റീൽ കിട്ടുന്നത് വരെ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഈ സ്ക്രോളിംഗ് അഡിക്ഷൻ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ. ചിലപ്പോൾ സയൻറ്റിഫിക്കലി ഇത് കുറേ ഇററുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞാനിത് മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നോക്ക്, നമ്മളൊരു കാര്യം കാണുന്നു, സ്വാഭാവികമായിട്ട് നമ്മുടെ തലച്ചോറ് പ്രതികരിച്ച് അതിനൊരു സമയം വേണം അല്ലേ? ആ സമയത്തിന് ഇടയിൽ തന്നെയാണ് അടുത്ത റീല് വരുന്നത്. അതായത് നമ്മുടെ മൈൻഡ് റിലാക്സ് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്ത കോണ്ടന്റ് കിട്ടും. അതിനെതിരെ പ്രതികരിക്കും, സ്ക്രോൾ ചെയ്യും. അതായത് നമ്മുടെ മൈൻഡ് എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ നിരന്തരം ഈ പറയുന്ന റിയാക്ഷൻ നടന്ന് നമ്മുടെ മൈൻഡ് ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻ തരാണ്ടാവും. അന്നേരം നമ്മൾ വെറുതെ കുറേ കാര്യങ്ങൾ ഈ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ എത്രയോ രാത്രികൾ, എത്രയോ മിഡ് നൈറ്റുകൾ വെറുതെ സ്ക്രോൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ക്രോളിംഗ് അഡിക്ഷൻ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇതിൻ്റെ എല്ലാം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറാണ്. സോ നമ്മുടെ മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കുക, മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക എന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക്കാണ്. നമ്മളൊരു കാര്യം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തന്നെ ഞാൻ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വീണ്ടും ഇന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ശ്രദ്ധിക്കുക, ആക്ച്വലി നമ്മൾ ഒന്നും മിസ് ചെയ്യുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് രാവിലെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തു, അതിൽ കുറേ റീല് കണ്ടു, കുറേ ഫീഡ് കണ്ടു, ഇതൊന്നും കണ്ടില്ലെങ്കിലും ഇല്ലേ, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വെറുതെ ഒരു ദിവസം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നമുക്ക് ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള ടെൻഡൻസി ഉണ്ടാകും. ചെയ്യാനേ പോകരുത്. ഒരാഴ്ച വരെ നിങ്ങൾക്ക് അത് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സക്സസ് ആണ്. എനിക്ക് അങ്ങനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കതിൽ അഭിമാനമുണ്ട്. അതായത് ഞാൻ ഇതിന് കാര്യമായ രീതിയിൽ തന്നെ ഞാൻ അഡിക്റ്റ് ആയ ഒരു വ്യക്തിയായിരുന്നു. 2009 മുതൽ 2020 വരെ ഞാൻ നിരന്തരം ഫേസ്ബുക്ക് ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു. 2016 മുതൽ 2023 വരെ നിരന്തരം ഇൻസ്റ്റാഗ്രാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ 2023 സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇൻസ്റ്റാളിങ് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. 23 അവസാനമായ സമയത്ത് ഞാനിത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു. 24 ജനുവരി ആയ സമയത്ത് എനിക്ക് ഏകദേശം പൂർണ്ണമായിട്ടും തന്നെ ഇത് ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നോക്കണം, നമ്മളൊരു ദിവസം ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചില്ല എന്ന് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. അത്രയ്ക്ക് നിങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് ചുരുക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിത് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ സൈഡ് ഇഫക്റ്റ് കൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതെങ്ങനെയാണ് കുറച്ചെന്നുള്ള കാര്യം കൂടി പറഞ്ഞുതരാം. സൈഡ് എഫക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് നേരം ഇതിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇനി ലോങ് ടേം ആയിട്ടുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവും, ഷോർട്ട് ടേം ആയിട്ടുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവും. ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും, നമ്മുടെ ഫോക്കസ് കുറയും. നമുക്ക് ഒരു കാര്യത്തിലും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എന്തെങ്കിലും ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് കുറച്ചധികം സമയം ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഒരു പാരഗ്രാഫ് പോലും നമുക്ക് മുഴുവനായിട്ട് വായിക്കാൻ പറ്റില്ല. അതിനിടയിൽ നമുക്ക് പെട്ടെന്ന് കീശയിൽ കയറ്റിയിട്ട് നമ്മൾ ഫോൺ എടുക്കും. ഒന്നിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. 2.5 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു സിനിമ പോലും നമുക്ക് സമാധാനത്തോടെ കാണാൻ വേണ്ടി പറ്റില്ല. നല്ല സിനിമയാണെങ്കിൽ. മോശം സിനിമയാണെങ്കിൽ നമുക്ക് എന്തായാലും കൗണ്ടർ ചെയ്യാനും ഫോൺ എടുക്കാനൊക്കെ ഉള്ള ടെൻഡൻസി ഉണ്ടാകും. പക്ഷേ 2.5 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു സിനിമ, നല്ലൊരു സിനിമ പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ വരും. വലിയ ലാഗ് എല്ലാം ഫീൽ ചെയ്യും.
നമ്മൾ ഏറ്റവും അടുത്ത ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുമ്പോൾ പോലും നമുക്ക് ഇടയ്ക്ക് ഫോൺ എടുക്കാൻ വേണ്ടി തോന്നും. നോക്ക്, നിങ്ങളൊരു 5-6 ആൾക്കാർ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അതിലൊരാൾ ഫോൺ എടുത്താൽ മതി, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഫോൺ എടുക്കാൻ ടെൻഡൻസി ഉണ്ടാകും. അതായത് നമ്മുടെ ആ ഒരു മൂഡ് തന്നെ മാറിപ്പോകും ഒരാൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ. ഇനി നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാലോ, നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ടൈം, ഏറ്റവും വിലപ്പെട്ട സമയം എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയമാണ്. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ഫോൺ എടുക്കുന്നില്ലേ? എന്നിട്ട് ചിലപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ അമ്മയോട് ചോദിക്കേണ്ടി വരും, അമ്മ എന്താണ് പറഞ്ഞത്? അതായത് നമ്മൾ വിട്ടുപോകും. ഇതിൽ നമ്മുടെ എല്ലാ ഫോക്കസും ഇതിലേക്ക് പോകും. നമ്മൾ ഈ റിയൽ വേൾഡുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് വെച്ചാൽ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മിസ്സായി പോകും. നമ്മൾ ഫുൾ ടൈം റിയൽ വേൾഡിൽ മാത്രമായി പോകും. മനസ്സിലായില്ലേ? പക്ഷെ നമുക്കറിയാം റിയൽ വേൾഡ് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാത്തിൻ്റെയും പോസിറ്റീവ് സൈഡ് മാത്രം കാണിച്ചു തരുന്ന വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാൻമെയ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ റിയൽ വേൾഡ്. റിയൽ വേൾഡാണ് ശരിക്കും ഉള്ളത്. പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് അങ്ങനെ റിയൽ വേൾഡുമായിട്ടുള്ള സൊസൈറ്റിയുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ നമുക്ക് പോയി പോകും. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഫോക്കസ് കുറയും, നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരും. നമുക്കൊരു പുസ്തകം പോലും വായിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ശ്രദ്ധിച്ചു നോക്കിയോ, വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ മുമ്പ് പുസ്തകം വായിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറയുന്ന അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, പല ആൾക്കാരും വർക്ക് സ്പേസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം, ഓഫീസിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന കാര്യം ഫോൺ ഒന്നല്ലെങ്കിൽ ഡാറ്റ ഓഫ് ആക്കിയിടും. ഓക്കെ, പിന്നെ എന്തെങ്കിലും ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യവും ഡാറ്റ ഓണാക്കലാണ്. ഓണാക്കിയിട്ട് നമ്മൾ നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോകും. ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ സ്റ്റോറി ഇടാൻ മറന്നുപോയോ, അല്ലെങ്കിൽ വിഷ് ചെയ്യാൻ മറന്നുപോയോ, അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ അയക്കാൻ മറന്നുപോയോ, അങ്ങനെ ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരു തോന്നൽ നമുക്കുണ്ടാവും. ശ്രദ്ധിക്കുക, നമ്മളങ്ങനെ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ദൂഷ്യഫലങ്ങളും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. നമ്മളൊരു ദിവസം ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചില്ല എന്ന് വെച്ചിട്ട് ലോകത്തൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഫുൾ ടൈം അതിൽ തന്നെ എൻഗേജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പണി നടക്കില്ല. നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു വരും. നമ്മൾ ജനിച്ച് ആദ്യത്തെ 5 വർഷം എന്ന് വെച്ചാൽ നമ്മൾ വളർന്നു വരുന്നൊരു സ്റ്റേജാണ്. 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ 15 വർഷക്കാലം നമ്മുടെ സ്കൂൾ കോളേജ് പഠന കാലഘട്ടമാണ്. അത് കഴിഞ്ഞൊരു 5-6 വർഷം നമ്മൾ ജോലി തണ്ടി നടക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് കുടുംബം, പ്രാരാബ്ദം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയം വെച്ചാൽ വളരെ കുറച്ച് സമയമാണ്. അതിൽ തന്നെ ഒരു പകുതി സമയം നമ്മൾ ഉറങ്ങും, കുറച്ച് സമയം ഭക്ഷണം കഴിക്കും, ബാക്കി കുറച്ച് സമയം നമ്മൾ ടോയ്ലറ്റിൽ പോകും. പിന്നെയുള്ള സമയം എന്ന് വെച്ചാൽ വളരെ കുറച്ചാണ്. അതിൻ്റെ 90% നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആരോ ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ട് തീർത്ത് സ്ക്രോൾ ചെയ്ത് സമയം കളഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും വിലപ്പെട്ട സമയം നമ്മൾ മിസ്സാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓർക്കുക, ടൈം ഈസ് മണി. നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളാത്ത മനുഷ്യന്മാരായിട്ട് നമ്മൾ മാറും. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, ഉറക്കക്കുറവുണ്ടാകും. അതുപോലെ തന്നെ ഫിയർ ഓഫ്, ഞാൻ പറഞ്ഞില്ലേ, മിസ്സിങ് സംതിങ്. നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രോളിംഗ് അഡിക്ഷൻ്റെ സൈഡ് എഫക്റ്റ് ആണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? എനിക്കുണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. സോ ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ പറയാറില്ല, ഈ സ്മോക്കിംഗ് അല്ലെങ്കിൽ വെള്ളവടി, ആൽക്കഹോളിക് ആയിട്ടുള്ള സ്വഭാവം, കള്ളുകൂടിയുടെ സ്വഭാവമൊക്കെ, മദ്യപാനമൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്ന് പറയുന്ന സമയത്ത് പല ഡോക്ടർമാരും പറയുന്ന കാര്യം മെല്ലെ പടിപടിയായിട്ട് കുറച്ച് വരാം, അല്ലെങ്കിൽ പടിപടിയായിട്ട് കുറച്ച് വരാം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യത്തിൽ ഞാൻ എടുത്തൊരു ഡിസിഷൻ, അങ്ങനെ പടിപടിയായിട്ട് കുറയ്ക്കൊന്നും വേണ്ട, ഒറ്റയടിക്ക് കുറയ്ക്കുക. നമുക്ക് നന്നാവാൻ ഇങ്ങനെ ഒരു സമയം മതി. അതായത് നന്നാവുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമയം പരമാവധി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നിർത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ നിർത്തിക്കൊള്ളുക. തീരെ നിർത്താൻ പറ്റുന്നതല്ല എങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് ഇതിനെ ചുരുക്കിയാൽ അത്രയും നല്ലതാണ്. അതായത് നമ്മളൊരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്, ഒരു റിഫ്രഷ്മെൻറ്റ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ പരമാവധി കുറയ്ക്കുക, അല്ലെങ്കിൽ നിർത്താൻ പറ്റുമെങ്കിൽ പരമാവധി നിർത്തുക. എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജിന് റിപ്ലൈ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ട്, അതുപോലെ തന്നെ നിങ്ങളെ എൻഗേജ് ആക്കി നിർത്തുന്ന ഏതെങ്കിലുമൊക്കെ പേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി അതൊക്കെ അൺഫോളോ ചെയ്ത് അൺസബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ടിരിക്കാം. അതായത് ഈ ഫിയർ ഓഫ് മിസ്സിങ് സംതിങ് എന്ന് പറഞ്ഞ സാധനമില്ലേ, എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നലൊക്കെ പരമാവധി മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ റിയലൈസ് ചെയ്യുക, നിങ്ങൾ ആ റീല് കാണാത്തത് കൊണ്ടോ, നിങ്ങൾ ആ റീല് ഷെയർ ചെയ്യാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും റീലിന് റിപ്ലൈ അയക്കാത്തത് കൊണ്ടോ പ്രത്യേകിച്ച് ഒന്നും തന്നെ നിങ്ങൾക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അത്രയ്ക്കും മാറ്റി നിർത്താൻ പറ്റാത്ത ആൾക്കാർക്ക് ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് ചുരുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നോക്കുക, അങ്ങനെ നമ്മുടെ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ 10 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആളായിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഇതിന് പകരം
പുതിയ ശീലങ്ങൾ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ചിലപ്പോൾ വായനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഉള്ള ആളാണെങ്കിൽ അതിന് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയം കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാനായിട്ട്, കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് പുതിയ ശീലങ്ങൾ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ പോകും. അപ്പോൾ ഉള്ള സമയം കുറച്ചുകൂടി നല്ല പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് കുറച്ചുകൂടി വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നമ്മളെ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. ഒരുപാട് ലോകത്തിൻ്റെ ചുറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളതെല്ലാം കാണുന്നു അല്ലെങ്കിൽ അതെല്ലാം ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന റീലൊക്കെ കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ടൈം ഈസ് മണി, അത്രേ പറയാനുള്ളൂ. ഈ ഒരു പ്രശ്നം ഞാൻ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സ്റ്റിക്ക് അറൗണ്ട്.